ഇൻസാഗിയുടെ കീഴിൽ ഇന്റർ മിലാനും PSG ലൂയിസ് എൻട്രിക്കിന്റെ കീഴിൽ PSG-യും ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണയും മിന്നും ഫോമിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് കാണിക്കുന്നത് PSG-ക്കാണ്. കാരണം മറ്റൊന്നല്ല, PSG ഓൾറെഡി ലീഗ് 1 കിരീടം നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തിയിട്ടുണ്ട്. ഇനി കോപ്പ ഡെ ഫ്രാൻസിൽ ഫൈനലിൽ അടുത്ത മാസം നടക്കുന്ന ഫൈനലിൽ അവർ കളിക്കുന്നുണ്ട്. ഈ ഫൈനലിൽ കപ്പെടുക്കുകയാണെങ്കിൽ അവർ 2 ട്രോഫി സ്വന്തമാക്കി. പിന്നെ സെമി ഫൈനലാണ്, അത് ആർസണലായിട്ടാണ് സെമി ഫൈനൽ. അതിൽ ജയിക്കുകയാണെങ്കിൽ ബാഴ്സലോണ വിസസ് ഇന്റർ മിലാനിനായിട്ടുള്ള മത്സരത്തിൽ വിജയമായിട്ട് ഫൈനലിൽ നേരിടുക. അതോടുകൂടി ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ എന്ന സ്വപ്നം സ്വന്തമാക്കും. അടുത്ത ഒരു കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാഴ്സലോണയാണ്. ബാഴ്സലോണ ഓൾറെഡി ലീഗിൽ 4 പോയിന്റ്, റയൽ മഡ്രിഡായിട്ട് 4 പോയിന്റ് വ്യത്യാസമാണ്. ഇന്നത്തെ കളി ജയിച്ചപ്പോൾ 7 പോയിന്റ് ആയിട്ടുണ്ട്. നാളെ റയൽ മഡ്രിഡിന്റെ കളി വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും അതിനപേക്ഷിച്ച് അവരുടെ പോയിന്റ് വ്യത്യാസം വരിക. അങ്ങനെയാണെങ്കിൽ അതിൽ അവർ ചാമ്പ്യൻ ആവുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്റർ മിലാനാണ് മത്സരം വരുന്നത്. അതേപോലെ കോപ്പ ഡെൽ റേയിൽ ഫൈനൽ 26-ാം തീയതി റയൽ മഡ്രിഡുമായിട്ടുള്ള ഫൈനൽ മത്സരം നടക്കുന്നത്. ഇതിൽ വിജയിക്കുകയാണെങ്കിൽ അടുത്ത ട്രോഫിയും അവർ സ്വന്തമാക്കും. ഇന്റർ മിലാന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് പരുങ്ങലാണ് കാര്യങ്ങൾ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലീഗിൽ 71 പോയിന്റുമായി നെപ്പോളിക്കൊപ്പമാണ് അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഗോൾ ഡിഫറൻസിൽ അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കോപ്പ ഡെൽ ഇറ്റലിയിൽ അവർ സെമി ഫൈനലിൽ AC മിലാനാണ് നേരിടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക്, ഇന്ത്യൻ സമയം 12:30 മണിക്കും UAE സമയം 11 മണിക്കാണ് അവർ നേരിടുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയായിട്ടാണ് നേരിടാൻ പോകുന്നത്. ബാഴ്സലോണയായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ആർസണൽ vs PSG മത്സരത്തിലെ വിജയികളെയാണ് അവർ ഫൈനലിൽ നേരിടുന്നത്. അപ്പോൾ